ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് നടത്തുന്ന ആഗോള വാണിജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്തും എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഇതിനകം ഡോളറിൽ നിന്നും അവരവരുടെ കറൻസികളിലേക്ക് വ്യാപാരം നടത്താൻ തീരുമാനിച്ചിരുന്നു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് രൂപ കൊടുത്തിട്ടാണ്. സൗദിയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യത്തിനും ഡോളർ ഒഴിവാക്കി രൂപ ആക്കിയിരുന്നു. സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, ഹോങ്കോങ്, ശ്രീലങ്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ ഈ എല്ലാ രാജ്യങ്ങളും അവരുടെ അന്തർദേശീയ വ്യാപാരങ്ങൾക്ക് രൂപയാണ് അംഗീകരിച്ചിരുന്നത്. മാത്രമല്ല, ഗൾഫിൽ ഇന്ത്യയുടെ പേടിഎം അംഗീകരിച്ച് ഷോപ്പിംഗ് അനുവാദവും ഉണ്ട്. ഇന്ത്യൻ രൂപ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ വ്യാപാരത്തിന് സ്വീകരിക്കുമ്പോൾ അത് അമേരിക്കൻ ഡോളറിന് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. ഇന്ത്യക്കാർ എന്തിന് അമേരിക്കൻ ഡോളർ വ്യാപാരത്തിന് നൽകണം എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട്. ഡോളറിന് പകരം രൂപയെ വെക്കുക, ലോകരാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന് രൂപ ഡോളറിന് പകരം ഉപയോഗിക്കുക, ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ നയം. ഇതിനാണ് ഇപ്പോൾ ട്രംപ് പാരയുമായി ഇറങ്ങിയത്. ഡോളറിനെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ലോകത്ത് ഡോളറിന് പകരം മറ്റൊരു കറൻസിയെയും അനുവദിക്കാതിരിക്കുക എന്ന നയവും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% നികുതി ചുമത്തും എന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ശരിക്കും ഇത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു ചിന്താക്കുഴപ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. പുതിയ കറൻസി സൃഷ്ടിക്കാൻ പാടില്ല, മറ്റു കറൻസികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കാൻ പാടില്ല എന്നാണ് ട്രംപിന്റെ ആവശ്യം. ഡോളറിനെ സംരക്ഷിക്കുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കും എന്ന സൂചനകളാണ് ട്രംപ് തന്റെ ഈ ഒരു ആവശ്യത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പുതിയൊരു ബ്രിക്സ് കറൻസി ഇവർ സൃഷ്ടിക്കരുത്, അതിനൊപ്പം US ഡോളർ അല്ലാതെ മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കുകയും ചെയ്യരുത്. ഇനി അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ 100% നികുതി ഒടുക്കാൻ അവർ തയ്യാറാകണം. പിന്നീട് അവർക്ക് US സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കില്ല, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന സമ്മേളനത്തിൽ ഡോളർ അല്ലാത്ത കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു നീക്കം. ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കണം എന്നതായിരുന്നു റഷ്യ മുന്നോട്ട് വെച്ച ആവശ്യം. യൂറോപ്പിന്റെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഇന്ത്യയുടെ UPI, ഇതിനെല്ലാം സമാനമായിട്ടായിരിക്കും ബ്രിക്സ് പേ. റഷ്യൻ റൂബിളിലും ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും ഇടപാടുകൾ നടത്താം എന്നൊരു തീരുമാനത്തിലും ധാരണയിലുമാണ് രാജ്യങ്ങൾ എത്തിയത്. ഇതിനെല്ലാം പൊളിച്ചാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഡോളറിന്റെ അപ്രമാദിത്വം അത് എല്ലാ രാജ്യങ്ങളും എല്ലാ കാലവും വലച്ചിട്ടുണ്ട്. ഡോളറിനെതിരെ കനത്ത ഇടിവ് നേരിട്ട രൂപ എന്ന് നാം പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട്. ഡോളർ വിനിമയത്തിന് ഉപയോഗിക്കുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം നാച്ചുറലി കുറവായിരിക്കും. ഇത് ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഏറ്റക്കുറച്ചിലുകളോടെ അനുഭവിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ആഗോള വിപണിയിലെ പ്രധാന ചരക്കായ ഇന്ധനങ്ങൾ ഉൾപ്പെടെ ഉള്ളവ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഡോളർ അടിസ്ഥാനമാക്കിയാണ് എന്നതാകുന്നു. പെട്രോൾ ബാരലിന് ഇത്ര ഡോളർ എന്നാണ് പറയാറുള്ളത് പോലും. ഇത്തരം സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്കുകൾ ഡോളർ കരുതൽ ധനമായി സൂക്ഷിക്കുന്നത്. എന്നാൽ കുറച്ചു കാലമായി ഡോളറിന്റെ ഈ മേധാവിത്വത്തിന് ഒരു കടിഞ്ഞാണിടണം എന്ന് പറഞ്ഞിട്ട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഡി ഡോളറൈസേഷൻ, എന്നാൽ കരുതൽ ധനമായ ആഗോളതലത്തിൽ ഡോളർ ഉപയോഗിക്കുന്നത് നിർത്തുക, ഒപ്പം ബദൽ കറൻസി കൊണ്ടുവരിക എന്ന ഒരു ആശയം. യൂറോ മാതൃകയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ഏകീകൃത കറൻസി കൊണ്ടുവരിക എന്ന് ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ആലോചിച്ചു വരികയായിരുന്നു. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ അത് അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥകളാണ്. അതെല്ലാം ഒത്തുചേർന്ന് ഒരു കറൻസി രൂപീകരിച്ചാൽ അതിന് യൂറോ പോലെ ശക്തി പ്രാപിക്കാനാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതേസമയം ബ്രിക്സ് ഉച്ചകോടിയിൽ ഒരു പൊതു കറൻസി ഒരു അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നില്ല. എല്ലാ രാജ്യങ്ങളുടെ സമവായം വരാത്തതായിരുന്നു അതിന് കാരണം. ബ്രിക്സ് രാഷ്ട്രങ്ങൾ പൊതു കറൻസി രൂപപ്പെടുത്തുന്നതിനോട് ഇന്ത്യക്ക് താല്പര്യമില്ല. ആദ്യം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ശരിയായ രീതിയിൽ ശക്തിപ്പെടുത്തണം എന്നതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. അതിനുശേഷം ഏകീകൃത കറൻസിക്ക് പ്രാധാന്യമുള്ളൂ എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച നയം. ഇന്ത്യക്ക് US-മായും യൂറോപ്യൻ രാജ്യങ്ങളുമായും വളരെ മികച്ച ബന്ധമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ നിലനിൽപ്പും ഈ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ വ്യാപാര ബന്ധങ്ങളെ ആശ്രയിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ എടുത്തുചാടി ഒരു നിലപാട് ബ്രിക്സ് കറൻസിയുടെ കാര്യത്തിൽ എടുക്കാൻ ഇന്ത്യക്ക് ആകില്ല. മറ്റൊന്ന് പറയുകയാണ് എങ്കിൽ ചൈന, ബ്രസീൽ, റഷ്യ ഈ 3 രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്കയുടെ കറൻസിയെ വെല്ലുവിളിക്കുക എന്നത് അവരുടെ രാഷ്ട്രങ്ങളിൽ ഭരിക്കുന്ന കക്ഷികൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ദക്ഷിണാഫ്രിക്കയും ഇത് നിലവിലൊരു ചർച്ചാ വിഷയമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതേസമയം അതിൽ അവർ നിലപാട് പറഞ്ഞിട്ടുമില്ല. ചൈനയും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇത്തരം നീക്കങ്ങളെ സങ്കീർണമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചൈനീസ് അധിനിവേശം എല്ലാ തരത്തിലും വ്യാപിപ്പിക്കാൻ
ഉപയോഗിക്കാൻ അവരെ സഹായിക്കുന്ന ഘടകമായി ഏകീകൃത കറൻസി മാറിയേക്കും എന്ന ഒരു ഭയവും നിലവിലുണ്ട്. പൊതുവിൽ ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ബ്രിക്സ് കറൻസി എന്ന ആശയത്തോട് താല്പര്യക്കുറവില്ല. ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ബ്രിക്സ് കറൻസിയുടെ കാര്യത്തിൽ അല്പം ആശങ്കയിൽ തന്നെയാണ്. ചെറിയ സംശയങ്ങളുണ്ട്. ചൈന ബ്രിക്സിനെ $ഡോളറിനെതിരായ നീക്കങ്ങളുടെ ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോക നേതൃത്വം ഏറ്റെടുക്കുക എന്ന അവരുടെ താല്പര്യം, അവരുടെ ഉള്ളിൽ കാലാകാലമായിട്ടുള്ള ആ ഒരു താല്പര്യത്തെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നതാണ് പൊതുവെയുള്ള ഭീതി. ഡോളറിനോടുള്ള ആശ്രിതത്വം അത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഡോളറിന്റെ മാതൃരാജ്യമായ അമേരിക്കയോട് എതിർത്ത് നിൽക്കുന്ന റഷ്യ തന്നെയാണ്. കഴിഞ്ഞ മാസം ദില്ലി സന്ദർശിച്ച റഷ്യയുടെ സ്റ്റേറ്റ് ആയ ഡൂമയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അലക്സാണ്ടർ ബാബക്കോവ് റഷ്യ പുതിയ കറൻസിയുടെ പിറവിക്കാൻ നേതൃത്വം നൽകുന്നു എന്നൊരു പ്രസ്താവന നടത്തുകയും ചെയ്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തിനായി പുതിയ കറൻസി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡിസിൽവയുടെ പിന്തുണയും വന്നു. എല്ലാ രാത്രിയും ഞാൻ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഡോളറിനെ അടിസ്ഥാനമാക്കി വ്യാപാരം നടത്തേണ്ടി വരുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന. അതോടെ ഡോളറിന്റെ സ്ഥാനം ബ്രിക്സ് കറൻസി ഇല്ലാതാക്കുമോ എന്ന ചർച്ച അത് അന്താരാഷ്ട്ര തലത്തിൽ കുറെ കൂടി സജീവമാകാൻ ഒരു കാരണമായി. ആ ചർച്ചകൾ തുടങ്ങിയതിന് പിന്നാലെ ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ രംഗത്ത് വന്നു. അവരെല്ലാവരും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയ ചില വസ്തുതകളിൽ ഒന്ന്, ഡോളറിന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കും എന്നത് 1960കൾ മുതൽ കേൾക്കുന്നതാണ്. പക്ഷേ അവിടെയെല്ലാം ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ, ഫലം എത്തിയിട്ടില്ല. കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ 84% ഡോളർ ഉപയോഗിച്ചാണ്. ഡോളർ ഉപേക്ഷിക്കാൻ എത്ര ബ്രിക്സ് രാജ്യങ്ങൾ തയ്യാറാവുമെന്നും വ്യക്തമായിട്ടില്ല. എത്രമാത്രം സഹകരിക്കുന്നു എന്നതുപോലെയുള്ള പ്രായോഗിക ചോദ്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയുമില്ല. അതേസമയം ബ്രിക്സ് രാജ്യങ്ങളുടെ പൊതു കറൻസിയായി പോലും ഒരു കറൻസി പ്രയോഗത്തിൽ വന്നാൽ ഡോളറിന് അതൊരു തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതിക്ക് തയ്യാറാകാത്ത റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഡോളർ കരുതൽ ശേഖരമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കേണ്ടി വരാം. മറിച്ച് സംഭവിച്ചാൽ റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളും ഒറ്റച്ചേരിയിൽ അണിനിരക്കേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ ബ്രിക്സ് കറൻസി സിംഹാസനത്തിലേറും എന്നത് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ചൈനയും റഷ്യയും ഒരേ ചേരിയിലെത്തിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഘടകമായി രണ്ട് രാജ്യങ്ങളുടെയും കൂട്ടായ്മയ്ക്ക് മാറാൻ സാധിക്കും. ഒപ്പം ബ്രിക്സ് രാജ്യങ്ങളും എത്തിയാൽ ജനാധിപത്യ സംഭവത്തിൽ ഉപയോഗിക്കുന്ന കറൻസിയായി അത് രൂപാന്തരപ്പെടാനും സാധ്യതകളുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പൊതു കറൻസി വികസിപ്പിക്കാനുള്ള സാധ്യതയെ തള്ളിയാണ് പക്ഷേ ഇന്ത്യ എക്കാലവും ഈ വിഷയത്തോട് പ്രതികരണം നടത്തുന്നത്. അതിനർത്ഥം ഡോളറിന്റെ മേധാവിത്വത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നല്ല. ബ്രിക്സ് കറൻസി വേണ്ട എന്നും പകരം ഓരോ രാജ്യവും അതത് രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സ്വയം ശ്രമിക്കണം എന്നുമാണ് എന്നും ഇന്ത്യയുടെ നിലപാട്. ആഗോളതലത്തിൽ ഇന്ത്യൻ രൂപയിലുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം RBI അടക്കം നടത്തിവരികയാണ്. UAE-യുമായുള്ള വ്യാപാരം രൂപയിലേക്ക് മാറ്റുന്നതിന് നടത്തിയ നീക്കമാണ് അതിൽ ഏറ്റവും ഒടുവിലത്തേത്. കൂടാതെ UK, സിംഗപ്പൂർ തുടങ്ങി 20-ലധികം രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ചയും നടത്തുന്നു. രണ്ട് കളത്തിലും ഇന്ത്യ ഉണ്ട്. US-നെ ഈ വിഷയത്തിന്റെ പേരിൽ പിണക്കാനുമില്ല, എന്നാലൊട്ട് ഡോളറിനെ തുണയ്ക്കുകയുമില്ല എന്നതാണ് ഇന്ത്യയുടെ നയം. പക്ഷേ ആ അവസരത്തിലാണ് ഇത്തരത്തിൽ ട്രംപ് ഇപ്പോൾ ഡോളറിനെ പിണക്കി രൂപയെ തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ നികുതി ഏർപ്പെടുത്തുന്നു എന്ന ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യ ഇതിനെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പോകുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.